ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് മുമ്പുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. 20 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തത്തിലുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറിയുടെ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ക്ലാസ് ഇന്ന് 7 മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് കാണാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് ഇഡിയം ഇൻ ദ ഗിവൺ സെന്റൻസ്. Many people in our country like to feather their own nest from the money they raise for social work. അപ്പോൾ ഇവിടെ ഫെദർ ദെയർ ഓൺ നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയത്തിന്റെ മീനിങ് എന്തായിട്ടാണ് വരുന്നത്? വൊക്കാബുലറി ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഫെദർ ദെയർ ഓൺ നെസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. എൻറിച്ച് വൺസെൽഫ് ബൈ ഡിസോണസ്റ്റ് മീൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ നെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വീട് നമ്മൾ ഫെദർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോടി പിടിപ്പിക്കുക അല്ലേ. അപ്പോൾ ഡിസോണസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, റോങ് ആയിട്ടുള്ള രീതിയിൽ കാശൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീട് മോടി പിടിപ്പിച്ച് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ എൻറിച്ച് വൺസെൽഫ് ബൈ ഡിസോണസ്റ്റ് മീൻസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം: സെലക്ട് ദി ആന്റോണിം ഓഫ് ഡിലിജന്റ്. ഡിലിജന്റിന്റെ ആന്റോണിയം ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ പറഞ്ഞേ, ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ആന്റോണിം ഓഫ് ഡിലിജന്റ്. ആൻസർ ലേസി ആണ്. അപ്പോൾ പലരും ഡിലിജന്റ് നമ്മൾ സിനോണിംസിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അസിഡ്യൂസ് പറഞ്ഞിരുന്നു അല്ലെ. ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ അസിഡ്യൂസ് ഒക്കെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഹാർഡ് വർക്കിങ്ങും ഇന്റലിജന്റും അസിഡ്യൂസ് ഒക്കെ ഡിലിജന്റ് സിനോണിം ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ആന്റോണിം ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്യണേ. ആൻസർ ലേസി. അടുത്ത ചോദ്യം: സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. I looked at my damaged car and dash how much it would cost to repair it. ഓക്കെ, നോക്കിയിട്ട് പറഞ്ഞു. വണ്ടർ ആണോ, വണ്ടേർഡ് ആണോ, വണ്ടറിങ് ആണോ, വണ്ടേഴ്സ് ആണോ? ഐ ലുക്ക്ഡ് അറ്റ് മൈ ഡാമേജ് കാർ ആൻഡ് ഡാഷ്. ആൻസർ വണ്ടേർഡ് ആണ് അല്ലേ. വണ്ടേർഡ് ആണ്. എങ്ങനെ കിട്ടി? സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ നോക്കിയേ, ലുക്ക്ഡ് അല്ലെ, ഇ ഡി ഉണ്ട്. ഡാമേജ്ഡ് പാസ്റ്റ് ടെൻസ് ആണ്. വുഡ് ഉണ്ട്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡ് ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പാസ്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും വരിക അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ആൻഡ് വണ്ടേർഡ് ഹൗ മച്ച് ഇറ്റ് വുഡ് കോസ്റ്റ് ടു റിപ്പയർ ഇറ്റ്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. എഡ്മണ്ട് ഹിലാരി ആൻഡ് ടെൻസിംഗ് നോർഗെ ഡാഷ് ദാറ്റ് ദേ വിൽ ഡാഷ് ദി മൗണ്ട് എവറസ്റ്റ് ആൻഡ് കോൺകർ ഇറ്റ് ടുഗെദർ. ആൻസർ എന്താ വരിക? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നോക്കൂ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. എഡ്മണ്ട് ഹിലാരി ആൻഡ് ടെൻസിംഗ് നോർഗെ assented that they will dash the Mount Everest. എന്താണ്? they will ascent the Mount Everest and conquer it together. എങ്ങനെ നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നമുക്കിവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി നമുക്ക് എടുത്ത് മാറ്റാം അല്ലെ. തേർഡ് ഓപ്ഷൻ നമുക്ക് എടുത്ത് മാറ്റാം. എന്താ കാര്യം എന്നറിയാമോ? ഇവിടെ വില്ല് കണ്ടോ? ഈ വില്ലിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ബേസ് ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ് ഐ വിൽ ഗോ. മനസ്സിലായോ? ഈ വില്ലിന് ശേഷം ഞാൻ ഗോയാണ് യൂസ് ചെയ്തത്. അല്ലാണ്ട് ഐ വിൽ ഗോസ് എന്ന് പറയോ? ഇല്ല. അതുപോലെ തന്നെ ഷീ വിൽ റൺ എന്ന് പറയും അല്ലെ. ഷീ വിൽ റൺസ് എന്ന് പറയോ? ഇല്ല. അതായത് വില്ലിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. ഇവിടെ കണ്ടോ, എസെൻസ് ഒരു എസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ബേസ് ഫോം ഓഫ് ദി വെർബ് അല്ല. അപ്പൊ ഇതെടുത്ത് നമ്മൾ മാറ്റി. എന്തായാലും ഈ ആൻസർ അല്ല. ഇനി ഈ കൊടുത്തിട്ടുള്ള 3 ആൻസറിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് മീനിങ് നോക്കാം. ഓക്കെ, അസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ASSENT. അസെന്റ് എന്ന് പറഞ്ഞാൽ അവർ യോജിക്കുക അല്ലെങ്കിൽ സമ്മതം കൊടുക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അസെന്റ് കേട്ടോ. അപ്പൊ അവർ യോജിക്കുക. എഡ്മണ്ട് ഹിലാരി ആൻഡ് ടെൻസിംഗ് നോർഗെ അസെന്റഡ് ദാറ്റ് ദേ വിൽ ഡാഷ് ദി മൗണ്ട് എവറസ്റ്റ്. അതായത് അവർ മൗണ്ട് എവറസ്റ്റ് കയറും അല്ലെ. അസെന്റ് ചെയ്യുക, കയറുക എന്നൊക്കെ പറയില്ലേ. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എന്നൊക്കെ പറയില്ലേ. ഈ അസെന്റ് എന്ന് പറഞ്ഞാൽ കയറുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. കിട്ടിയോ? അപ്പൊ മാറിപ്പോണ്ട കേട്ടോ, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഇൻ ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ഗ്രാമാറ്റിക്കലി എറർ. The landlady made me changing the design of the kitchen 3 times. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാം കേട്ടോ. ഒന്നുകൂടെ ഞാൻ വായിക്കാം. The landlady made me changing the design of kitchen 3 times. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഒരുപാട് തവണ പറഞ്ഞെന്നുള്ളതാണ് കേട്ടോ. എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നേ? യെസ്, ഇതാണ് തെറ്റ് അല്ലേ. എന്താ? ദ ലാൻഡ് ലേഡി മേഡ് മീ ചേഞ്ചിങ് അല്ല. കാരണം മേക്ക് അല്ലെങ്കിൽ മേഡിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ബേസ് ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ അല്ലേ. അപ്പൊ ലാൻഡ് ലേഡി മേഡ് മീ ചേഞ്ച് ദി ഡിസൈൻ ഓഫ് ദി കിച്ചൺ 3 times ആണ്. മനസ്സിലായോ? ഓർത്ത് വെക്കുക കേട്ടോ. മേക്ക് അല്ലെങ്കിൽ മേഡിന് ശേഷം ബേസ് ഫോം ഓഫ് ദി വെർബ് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ ഇവിടെ ചേഞ്ച് വരണമായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ചേഞ്ച് ദി ഗിവൺ സെന്റൻസ് വോയിസ്. അതായത് ഇവിടെ ഈ കൊടുത്തിട്ടുള്ള സെന്റൻസിന് ആക്റ്റീവ് ആണെങ്കിൽ പാസീവ് ആക്കുക, പാസീവ് ആണെങ്കിൽ ആക്റ്റീവ് ആക്കുക. ഡസ് ഹി പർച്ചേസ് ബുക്സ് ഫ്രം ദി സ്റ്റോർ. ഏത് വോയിസ് ആണ്? ആക്റ്റീവ് വോയിസ് ആണ് അല്ലെ. ഡസ് ഹി പർച്ചേസ് ബുക്സ് ഫ്രം ദി സ്റ്റോർ. അപ്പൊ നമ്മൾ ഇതിനെ പാസീവ് ആക്കണം. അപ്പൊ ആക്റ്റീവിനെ പാസീവ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ പാസീവിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ
എന്തൊക്കെയാ നമ്മുടെ മനസ്സിലേക്ക് വരണ്ടേ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ടെൻസ് മാറില്ല അല്ലേ? അപ്പൊ ഇവിടെ ഡസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. നോക്കിയിട്ട് പറഞ്ഞേ. ഡിഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. പറ്റോ? ഇല്ല. ഹാഡും V3 ഫോം ആണ് വന്നിട്ടില്ലേ? അതും പറ്റോ? ഇല്ല. നമുക്ക് പ്രസന്റ് ആണ് അല്ലെ? ഡസ് ആണ്. അപ്പൊ പ്രസന്റ് ആണ് ആൻസർ ആയിട്ട് വരിക. അതായത് ഒന്നല്ലെങ്കിൽ ഇസ് അല്ലെങ്കിൽ ആറ് നമ്മുടെ ആൻസറിനകത്ത് വരണം. ഇവിടെ നോക്കിയേ ആറുണ്ട് അല്ലെ? ഇവിടെ എന്താ? പാസ്റ്റാ, ഡിഡ് ആണ്. ഇപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്താ നമ്മുടെ ആൻസർ? ആർ ബുക്സ് പർച്ചേസ്ഡ് ബൈ ഹിം ഫ്രം ദി സ്റ്റോർ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഇസ് ദി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഫ്ലോ? ഫ്ലോന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V1, V2, V3 ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്ന ആൻസർ? ഫ്ലോഡ് ആണ് അല്ലെ? ഫ്ലോഡ് ആണ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകുക എന്നുള്ളൊരു മീനിങ് അല്ലെ? അപ്പൊ ഫ്ലോ, ഫ്ലോഡ്, ഫ്ലോഡ് കേട്ടോ. പാസ്റ്റ് ടെൻസ് ഫ്ലോഡ്, V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഫ്ലോഡ് ആണ്. പിന്നെ എവിടെയായിരുന്നു നമ്മൾ ഫ്ലൂ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഫ്ലൂ, ഫ്ലോൺ ഒക്കെ എന്തിന്റെ ആയിരുന്നു? ഫ്ലൈയുടെ ആണ് അല്ലെ? ഫ്ലൈയുടെ വരുമ്പോൾ എന്തൊക്കെയാ നമ്മൾ പഠിച്ച? പറക്കുക എന്നൊരു മീനിങ് വരുമ്പോൾ ഫ്ലൈ, ഫ്ലൂ, അതുപോലെ തന്നെ ഫ്ലോൺ കേട്ടോ. തെറ്റിക്കരുതേ, തെറ്റാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ എറർ ഇഫ് എനി. ആദ്യത്തെ ഓപ്ഷൻ നെവർ ഹാഡ് ഐ സീൻ സച്ച് എ വണ്ടർഫുൾ ക്രിക്കറ്റ് മാച്ച്. അടുത്ത ഓപ്ഷൻ ലിറ്റിൽ ഡിഡ് ഷീ അണ്ടർസ്റ്റുഡ് വാട്ട് ദി കൺവേർഷൻ വാസ് അബൌട്ട്. ഓക്കെ, പറയാമോ? ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നോക്കിയിട്ട് പറഞ്ഞോ ആൻസർ. ഇതാണ് തെറ്റ് അല്ലേ? ഓപ്ഷൻ ബി ആണ് തെറ്റ്. അതായത് only 1 is കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ ബി തെറ്റാ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. നെവർ. ഇതേപോലെയുള്ള നെഗറ്റീവ് വാക്കുകൾ, നെവർ, ലിറ്റിൽ, ഫ്യൂ, ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഹാർഡ്ലി, സ്കേർസ്ലി കേട്ടോ, ഇങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം എന്താ വരണ്ടേ? അതിനുശേഷം ഒരു ഓക്സിലറി വെർബ് വരണം. അതിനുശേഷം മാത്രമേ സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. ഇതാണ് റൂള്. ഇതിനെയാണ് നമ്മൾ ഇൻവേർഷൻ റൂൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതേപോലെയുള്ള നെഗറ്റീവ് വാക്കുകൾ വന്നതിന് ശേഷം ഓക്സിലറി വെർബ്, അതിനുശേഷം സബ്ജക്റ്റ്. അപ്പൊ ഇത് കറക്റ്റ് ആണ് കണ്ടോ. നെവർ, ഹാഡ് ഉണ്ട്. അപ്പൊ ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം V3 ഫോം ഓഫ് ദി വെർബ് ആണ് വരണ്ടേ. സീൻ തന്നെയാണ് വരണ്ടേ. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ. ലിറ്റിൽ ഡിഡ് ഷീ അണ്ടർസ്റ്റുഡ്. ലിറ്റിൽ ഇതേപോലെ തന്നെ നെഗറ്റീവ് വാക്കാണ്. അപ്പൊ അതിനുശേഷം ഡിഡ് ഷീ തന്നെ വരണം. ഷീ ഡിഡ് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. ഡിഡ് ഷീ തന്നെയാണ്. അപ്പൊ ഇത്രയും കറക്റ്റാ. പക്ഷേ അപ്പൊ ഡിഡിന് ശേഷം നമുക്ക് V2 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഡിഡിന് ശേഷം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബേസ് ഫോം ഓഫ് ദി വെർബ് ആണ് കേട്ടോ. അപ്പൊ ഡിഡ് റൺ എന്ന് പറയും അല്ലെ? ഡിഡ് റൺ. ഡിഡ് റൺ എന്ന് പറയുന്നത് എന്താ? ഡിഡ് റൺ എന്ന് പറയുന്നതാണ് റാൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഡിഡ് അണ്ടർസ്റ്റുഡ് എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നത് പാസ്റ്റാ. പിന്നെ അതിന് മുമ്പിൽ നമ്മൾ ഡിഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പം ലിറ്റിൽ ഡിഡ് ഷീ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദി കൺവേർഷൻ വാസ് അബൌട്ട് ആണെങ്കിൽ ശരിയാണ്. ക്ലിയർ ആണോ? അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം. ഡാഷ് ബ്ലാക്ക് ആൻഡ് ഡാഷ് വൈറ്റ് ഡോഗ് ഇസ് മൈൻ. ആൻസർ പറഞ്ഞോളൂ. ഡാഷ് ബ്ലാക്ക് ആൻഡ് ഡാഷ് വൈറ്റ് ഡോഗ് ഇസ് മൈൻ. എന്റെ ഡോഗാണ്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് പറയാണ് എന്റെ ഏതൊരു ഡോഗ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോഗ് ഇസ് മൈൻ. കറുപ്പും വെള്ളയും കൂടിയിട്ടുള്ള ആ ഒരു ഡോഗ് എന്റെ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സപ്പോസ് നമ്മളിവിടെ ദ ബ്ലാക്ക് ആൻഡ് ദ വൈറ്റ് ഡോഗ് ആണെങ്കിൽ രണ്ട് ഡോഗ് ഉണ്ട് അല്ലെ? കറുത്ത ഡോഗും വൈറ്റ് ഡോഗും എന്നുള്ള രീതിയിൽ രണ്ടെണ്ണം വരും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 6 യൂസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയത്. ഓക്കെ, ഇവിടെ എസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ പട്ടിയാണ്. ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോഗ് ഇസ് മൈൻ. അടുത്ത ചോദ്യം. ഐ ഡോണ്ട് നോ ഹൗ ഷീ മാനേജസ് ടു സപ്പോർട്ട് സച്ച് എ ലാർജ് ഫാമിലി. ഷീ ഹാസ് നത്തിങ് ഡാഷ് ഹെർ പെൻഷൻ. അപ്പൊ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിസൈഡ്സ് ഉണ്ട്, എക്സ്പെക്ട് ഉണ്ട്, എക്സെപ്റ്റ് ഉണ്ട്, അപ്പാർട്ട് ഫ്രം ഉണ്ട്. ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ ഏതൊക്കെയാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. 4 നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ എയും ബിയും ആണോ? ABD ആണോ? ACD ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. എയും സിയും ഡിയും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ഷീ മാനേജസ് ടു സപ്പോർട്ട് സച്ച് എ ലാർജ് ഫാമിലി. ഷീ ഹാസ് നത്തിങ് ബിസൈഡ്സ് ഹെർ പെൻഷൻ. അത് കറക്റ്റാ. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ അഡീഷൻ ടു. അവൾക്ക് ആ പെൻഷൻ കൂടാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ? ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അരികിലാണ് കേട്ടോ. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു. ഒരു എസ്സും കൂടി ഇല്ലേ? അപ്പൊ ഒരു അഡീഷനും കൂടെ വന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പൊ പിന്നെ തെറ്റില്ലല്ലോ. ബിസൈഡ്സ് പെൻഷൻ, അത് കറക്റ്റ് ആണ്. എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ആം എക്സ്പെക്ടിങ് യു. ഞാൻ നിന്നെ പ്രതീക്ഷിക്കുകയാണ്. ആ ഒരു രീതിയിലല്ലേ? അപ്പൊ ഷീ ഹാസ് നത്തിങ് എക്സ്പെക്ട് ഹെർ പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അതിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? എക്സെപ്റ്റ് എന്ന് യൂസ് ചെയ്യണം അല്ലെ? അപ്പൊ എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവൾക്ക് ആ ഒരു പെൻഷൻ അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ബിസൈഡ്സ് ശരിയാണ്. ഇൻ അഡീഷൻ ടു, അതുപോലെ തന്നെ എക്സെപ്റ്റ് അതും കറക്റ്റ് ആണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയേ. ഷീ ഹാസ് നത്തിങ് അപ്പാർട്ട് ഫ്രം ഹെർ പെൻഷൻ. ഓക്കെ, അവളുടെ പെൻഷന് പുറമെ അവൾക്ക് വേറെ ഒന്നുമില്ല. അപ്പാർട്ട് ഫ്രമും കറക്റ്റ് ആണ്.
മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാ കറക്റ്റ് ആയിട്ട് വരുന്നത്? എയും സിയും ഡിയും ആണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. വെൻ ദി ഓൾഡ് വുമൺ ഡാഷ് ദാറ്റ് ഹെർ ഗ്രാൻഡ് സൺ ഡാഷ് ഫോർ റോബറി ഷീ ഡാഷ് ഷോക്ക്. 3 ഡാഷ് ഉണ്ട് കേട്ടോ. കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നമുക്ക് എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആൻസർ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് വെൻ ദ ഓൾഡ് വുമൺ. ഓക്കെ, ഇവിടെ നമുക്ക് ഡാഷ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം കേട്ടോ. ഈ 4 ഓപ്ഷൻസ് നോക്കിയേ. ഹേർഡ് ഉണ്ട്, ഹേർഡ് ഉണ്ട്, ഹേർഡ് ഉണ്ട്, ഇവിടെ ഹിയർ ഉണ്ട്. ഹിയർ എന്തായാലും ആൻസർ ആയിട്ട് വരില്ല അല്ലെ? കാരണം എന്താ? ഓൾഡ് വുമൺ ആണ്, വുമൺ ആണ്. ഓക്കെ, അപ്പൊ സിംഗുലർ ആണെങ്കിൽ ഇവിടെ എന്ത് വരണമായിരുന്നു? ഹിയേഴ്സ് വരണമായിരുന്നു അല്ലെ? ഒരു എസും കൂടെ ചേർത്ത് വരണമായിരുന്നു. അപ്പൊ അതല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഓപ്ഷൻ നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ. ഇനി അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും കേട്ടോ. ഇനി അപ്പൊ നമുക്ക് മനസ്സിലായി എന്തായാലും പാസ്റ്റ് ആണ്, ഹേർഡ് ആണ് അല്ലെ? ഹേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിയറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹേർഡ്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഈ ലാസ്റ്റ് ഭാഗവും എന്ത് വരണം? പാസ്റ്റ് ടെൻസ് തന്നെ വരണം. ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ ഈ ലാസ്റ്റ് ഭാഗം ഇവിടെ എന്താ? വാസ് ഷോക്ക്ഡ്. ഇവിടെ ഷോക്ക് ആണ്, പ്രസന്റ് ആണ്. ഇവിടെയും പ്രസന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് മാറ്റിക്കൂടെ? പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തിയില്ലേ? അപ്പൊ തന്നെ നമുക്ക് കിട്ടിയല്ലേ എന്താ? ഹേർഡ്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി ഏതെങ്കിലുമൊക്കെ അറിയാവുന്നത് വെച്ച് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റൂ കേട്ടോ. അപ്പൊ വെൻ ദി ഓൾഡ് വുമൺ ഹേർഡ് ദാറ്റ് ഹെർ ഗ്രാൻഡ് സൺ ഹാഡ് ബീൻ അറസ്റ്റഡ് എന്താ? ഷീ വാസ് ഷോക്ക്ഡ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം. ഐ കാൺ യൂസ് മൈ കമ്പ്യൂട്ടർ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാഷ് ഓൺ ഇറ്റ്. എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാഷ് ഓൺ ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ എന്താ? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഐ കാൺ യൂസ് മൈ കമ്പ്യൂട്ടർ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ബീയിങ് ഇൻസ്റ്റാൾഡ് ഓൺ ഇറ്റ്. ഓക്കെ, ഇസ് ബീയിങ് ഇൻസ്റ്റാൾഡ് ഓൺ ഇറ്റ്. എന്താ റീസൺ? എനിക്കിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? കാരണം ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഇനി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്താം? എന്താ ഈ കാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് ടെൻസ് അല്ലേ? അപ്പൊ പ്രസന്റ് ടെൻസ് ഉള്ള ഓപ്ഷൻ ഇവിടെ നോക്കിയേ. വാസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? ഇസ് ബീയിങ് ഇൻസ്റ്റാൾഡ് ആണ് നമ്മുടെ ആൻസർ. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദി കറക്റ്റ് ആന്റോണിം ഓഫ് ദി ഗിവൺ വേർഡ്. ഫിക്കിൾ. ഫിക്കിളിന്റെ ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ ഫിക്കിൾ എന്ന് പറയുമ്പോൾ പിക്കിൾ ആലോചിക്കുക, അച്ചാർ ആലോചിക്കുക കേട്ടോ. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്കിൾ കഴിക്കാൻ പാടില്ല എന്ന് ആലോചിക്കുക. കഴിക്കാൻ പാടില്ല ആണ് നമ്മുടെ ഈ ഒരു ഓപ്പോസിറ്റ് കേട്ടോ. അപ്പം പിക്കിള് കോൺസ്റ്റന്റ് ആയിട്ട് കഴിക്കാൻ പാടില്ല, ഓപ്പോസിറ്റ് കാണിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. കിട്ടിയോ? അടുത്ത ചോദ്യം. ദ അനൗൺസ്മെന്റ് ഓഫ് ദി റിസൾട്ട്സ് ഡാഷ് എവെയിറ്റിംഗ്. ആലോചിച്ചിട്ട് പറഞ്ഞേ. ദ അനൗൺസ്മെന്റ് ഓഫ് ദി റിസൾട്ട്സ് ഡാഷ് എവെയിറ്റിംഗ്. ആൻസർ ഇസ് ആണ് അല്ലേ? കാരണം എന്താ? ഇതേപോലെ ഒരു സെന്റൻസ് കൊടുത്തിട്ട് അതിനകത്തൊരു പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ളതായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരിക അല്ലേ? അല്ലാണ്ട് ഇവിടെ റിസൾട്ട്സ് ഉണ്ട്, എസ് ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ആറോ വേറോ എന്നുള്ള ആൻസറിലേക്ക് എത്തരുത് കേട്ടോ. അപ്പൊ എപ്പോഴും നോക്കുക, പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പിലുള്ളതായിരിക്കും നമ്മുടെ സബ്ജക്റ്റ്. ഇവിടെ ദ അനൗൺസ്മെന്റ് ആണ്, അനൗൺസ്മെന്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദ എറർ ഇഫ് എനി. ഓക്കെ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് വായിക്കാം. ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് മോങ്ക് ഇസ് നൺ. മോങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? സന്യാസി അല്ലെ? മുനി എന്നൊക്കെ നമ്മൾ പറയും. അതിന്റെ ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത് നണ്ണാണ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ദ കളക്റ്റീവ് നൗൺ ഫോർ കാറ്റിൽ ഇസ് ഹേർഡ്. കാറ്റിലിന്റെ കളക്റ്റീവ് നൗൺ എന്താ? ഹേർഡ് ആണ് കേട്ടോ, ഹേർഡ് ആണ്. അതും കറക്റ്റ് ആണ്. ആർട്സ് കോളേജ് ഇസ് എ കോമ്പൗണ്ട് വേർഡ് അല്ലെ? ആർട്സ് കോളേജ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് വേർഡാ. കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? 2 വാക്കുകൾ കൂടി ഉണ്ടായിട്ടുള്ള വാക്കാണ് കോമ്പൗണ്ട് വേർഡ്. ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് അല്ലെ? അപ്പൊ ആർട്സ് കോളേജ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് വേർഡ് ആണ്. ഹി ഹാഡ് 3 സൺസ് ഇൻ ലോ. അപ്പൊ സൺ ഇൻ ലോന്റെ പ്ലൂരൽ എന്താ വരുന്നത്? സൺസ് ഇൻ ലോ ആണ് കേട്ടോ. അതും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആൻസർ നൺ ഓഫ് ദീസ്. കളക്റ്റീവ് നൗണും അതുപോലെ തന്നെ സിംഗുലർ പ്ലൂരലിന്റെ ഒക്കെ ക്ലാസ് ഇന്ന് രാത്രി 7 മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എല്ലാവരും കാണണേ. അടുത്ത ചോദ്യം. 17ാമത്തെ ചോദ്യം. ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഡാഷ് ഡൺ ദിസ്. ആൻസർ എന്താ? ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ ഡാഷ് ഡൺ ദിസ്. ആൻസർ ഹാവ് ഡൺ ദിസ് ആണ്. ഓക്കെ, ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ. ഇവിടെ നോട്ട് കാണുമ്പോൾ പലരും വിചാരിക്കും ഇതില്ല എന്ന് വിചാരിക്കും. എന്നിട്ട് ഒന്നല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഇസ് ഒക്കെ കൊണ്ടുപോയിട്ട് കുത്തും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഇവിടെ നോട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഐ ആൻഡ് നോട്ട് മൈ സിസ്റ്റർ. അപ്പൊ ഹാവ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ, പ്ലൂറിൽ തന്നെ യൂസ് ചെയ്യാം. 18ാമത്തെ ചോദ്യം നോക്കാം. ദ പോലീസ്മാൻ ആസ്ക്ഡ് മീ വേർ ഡാഷ്. ഐ വാസ് ഗോയിങ് ആണോ, വാസ് ഐ ഗോയിങ് ആണോ, ഐ ആം ഗോയിങ് ആണോ, ആം ഐ ഗോയിങ് ആണോ? ഓക്കെ, ദ പോലീസ്മാൻ ആസ്ക്ഡ്. ഇ ഡി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് അവസാനത്തെ 2 ഓപ്ഷൻ എടുത്ത് മാറ്റാം അല്ലെ? അപ്പം ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിനകത്ത് വേറിന് ശേഷം WH വാക്കുകൾക്ക് ശേഷം എന്താ വരണ്ടേ?
എന്താ വരണ്ടേ? ആദ്യം സബ്ജക്റ്റ് വരണം, അതിനുശേഷം മാത്രമേ ഓക്സിലറി വെർബ് വരാൻ പാടുള്ളൂ അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ക്ലാസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തിട്ടുണ്ടെങ്കിൽ ക്ലാസ് കാണാം. ആക്റ്റീവ് പാസീവിന് അത് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താ വരണ്ടേ? ദ പോലീസ്മാൻ ആസ്ക്ഡ് മീ വേർ ഐ വാസ് ഗോയിങ് ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. വേറിന് ശേഷം സബ്ജക്റ്റ് വരണം, അതിന് ശേഷം മാത്രമേ എന്ത് വരണ്ടേ? ഓക്സിലറി വെർബ് വരാൻ പാടുള്ളൂ. കിട്ടിയോ? അടുത്ത ചോദ്യം, 19ാമത്തെ ചോദ്യം. ഐ വാസ് ഇൻ എ ഗ്രേറ്റ് ഡയലമ വെൻ ഐ ഹാഡ് ടു മേക്ക് എ ഹോബ്സൺസ് ചോയ്സ്. ഹോബ്സൺസ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൂളിഷ് ചോയ്സ് ആണോ, നോ ചോയ്സ് ആണോ, നോ ഗുഡ് ചോയ്സ് ആണോ, ഒൺലി എ ബാഡ് ചോയ്സ് ആണോ? ഹോബ്സൺസ് ചോയ്സ് പറഞ്ഞോളൂ. ആൻസർ നോ ചോയ്സ് കേട്ടോ. ഒരു ചോയ്സും ഇല്ല എന്നുള്ള ഒരു ആൻസർ ആണ് ഹോബ്സൺസ് ചോയ്സ്. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം നോക്കാം. ഐ റൈറ്റ് ടു ഹെർ നൗ ആൻഡ് ദെൻ. ഇതിനകത്തുള്ള നൗ ആൻഡ് ദെൻ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണോ, ആഡ്വർബ് ആണോ, പ്രപ്പോസിഷൻ ആണോ, പ്രോനൗൺ ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞേ, എന്തായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ ആഡ്വർബ് ആണ്. എങ്ങനെയാ കിട്ടിയേ? ഇവിടെ നോക്കിയേ, ഐ റൈറ്റ് ടു ഹെർ ആണ് അല്ലെ? അപ്പം ആഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താ? വെർബിനെ ആഡ് ചെയ്യുന്നത്, അതായത് വെർബിനെ വിശേഷിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. ഇവിടെ വെർബ് എന്ന് പറയുന്നത് എന്താ? ഐ റൈറ്റ് അല്ലെ? ആ റൈറ്റിനെ വിശേഷിപ്പിക്കുന്നതാണ്. എപ്പോഴും എഴുതിയെന്ന് ചോദിക്കുകയാണെങ്കിൽ നൗ ആൻഡ് ദെൻ അല്ലെ? ഇപ്പോഴും ഇനിയും എഴുതും എന്നുള്ളൊരു മീനിങ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ 20 ക്വസ്റ്റ്യൻസ് ഇവിടെ വെച്ച് തീരാണ്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം 20 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറിയുടെ ക്ലാസ് ഇന്ന് 7 മണിക്ക് ഉണ്ടാവേ. അപ്പൊ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.